അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകല്ലേ അതി? തുടങ്ങാം. ഗൈസ്, ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സംഭവം എന്താ വെച്ചാൽ കലത്തപ്പം. അത് ഞാൻ എൻ്റെ ഒരു താത്തയുടെ അടുത്ത് നിന്ന് കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. അതിന് വേണ്ടത് നമുക്ക് പച്ചരി വേണം, അത് ഞാൻ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അത് വേണം. പിന്നെ ചുവന്നുള്ളില്ലേ, കുഞ്ഞുള്ളി, അത് വേണം. അതും സ്ലൈസ് ആക്കിയിട്ട് നല്ല നൈസാക്കിയിട്ട് അരിയും. എന്നിട്ട് ഈ കുതിർത്ത് വെച്ച പച്ചരി, അതിലേക്ക് ഒരു കപ്പ് ചോറും, നമ്മൾ അച്ചരി എടുക്കുന്നതിനനുസരിച്ച് ചോറിടുക. പിന്നെ നല്ല ജീരകവും ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഒരു 2 എന്താ പറയുക ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് വേണേ. എന്നിട്ട് നമുക്ക് ശർക്കര പാവ് കാച്ചണം. നല്ല ശർക്കര എന്നല്ലാന്നുണ്ടെങ്കിൽ ഈ പാനിയാക്കിയിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ശർക്കരയായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ അരിച്ചെടുത്ത ഈ ശർക്കര പാനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മിക്സിയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആവരുത്, തിക്ക് ബാറ്റർ ആവരുത്, ഒരു മീഡിയം. അങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഈ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇടണം. അതായത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മാവ് ആ ബാറ്റർ ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ രണ്ടും കൂടിയിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആണ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കരുത്, കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴും നമ്മൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. എൻ്റെ പക്ഷെ അടി പിടിച്ചു ഗൈസ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടിയുടെ വിസിൽ അഴിച്ചു വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് നേരം അത് വേവിക്കാൻ വയ്ക്കുക. നല്ല സിമ്മിലാക്കി ഇടണേ. ഇതെങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഇഡ്ഡലി കുക്കറിൽ ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ചു. അതിനുശേഷം ഗൈസ്, എൻ്റെ കുക്കറിലത്തെ ഐറ്റമാണ് ഈ കിടക്കുന്നത് ചളപളമായിട്ട്. ഫ്ലോപ്പായി. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ കുക്കറിന് കിട്ടാനൊരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ഇഡ്ഡലി കുക്കറിൽ വെച്ചത് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടി. അത് വേണമല്ലോ പറയാൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നമുക്കിങ്ങനെ പൊന്തി വരില്ല അധികം. അതൊരു എന്താ പറയാ, നമ്മുടെ ഈ കിണ്ണത്തപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു രൂപത്തിൽ വരും. പക്ഷെ ഈ സാധനം, ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതാ അതിൻ്റെ സ്ട്രക്ചർ അപ്പാടെ മാറിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. ഇനി കൊടുത്തപ്പോ എൻ്റെ അമ്പാടി പറഞ്ഞു കേക്കാട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പർ. ശരിക്കും ശരിക്കും നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമായോ?